ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് ഒത്തിരി നന്ദി പറയാം. കർത്താവിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ അനേകം മക്കള് പ്രാർത്ഥന ചോദിക്കുന്നു, ഒന്ന് സംസാരിക്കാവോ, എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ അവസരമുണ്ടോ എന്നൊക്കെ അനേകര് പ്രാർത്ഥനകളും യാചനകളും ഒക്കെ ആയിട്ട് നമ്മളെ വിളിക്കുമ്പം ഇങ്ങനെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങളുടെ നമസ്കാര പ്രാർത്ഥനയുടെ സമയത്ത് പെട്ടെന്ന് ഈശോ തന്നൊരു വചനമാണ് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വചനം. കർത്താവെ, അങ്ങേക്കെല്ലാം സാധിക്കും, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അതെ, ജോബിന്റെ തകർക്കപ്പെട്ട ജീവിതത്തിലേക്ക്, എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിലും അവൻ ഉറച്ച വിശ്വാസത്തോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നിനക്കെല്ലാം സാധിക്കും. അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ അസാധ്യതകളായിരുന്നു. കാരണം അഴുകിപ്പോയ ചർമ്മത്തിൽ പുതിയൊരു ചർമ്മം ഉണ്ടാകുമോ, പുതിയൊരു സന്തോഷം ഇനി ഉണ്ടാകുമോ, നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇനി തിരിച്ചു കിട്ടുമോ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴും, എല്ലാം തീർന്നു എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു വെക്കുമ്പോഴും അവൻ ദൈവത്തിലേക്ക് നോക്കിയിട്ട് പറയും, കർത്താവെ, നിനക്കെല്ലാം സാധിക്കും, നിന്റെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ അറിയുന്നു. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാം തീർന്നുവെന്നും ഇനി ഒരു പ്രതീക്ഷയില്ലെന്നും തോന്നുമ്പോൾ നീ ഹൃദയത്തിൽ നിറഞ്ഞ ഈശോയോട് പറയണം, നിനക്കെല്ലാം സാധിക്കും. എനിക്കുറപ്പുണ്ട്, എന്നെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ വീഴ്ത്താൻ ശ്രമിച്ചാലും നീ അത് സാധിച്ചെടുക്കും. താങ്ക് യു ഈശോയെ, നന്ദി.